അപ്പോൾ മണ്ണും മഴയും വയലറിവുകളും തേടിയിറങ്ങിയ ഒരുപറ്റം വിദ്യാർത്ഥികളുടെ വിശേഷങ്ങളിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ ആദ്യം കടന്നു ചെല്ലുന്നത്. അതങ്ങ് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലെ വിദ്യാർത്ഥികളെ തേടിയാണ് യാത്ര. തരിശുപാടം ഏറ്റെടുത്ത് കൃഷി ഇറക്കിയിരിക്കുകയാണ് അവിടെ കുറച്ച് വിദ്യാർത്ഥികൾ. അപ്പോൾ കണ്ണൂരിൽ നിന്നും സജോ ദേവസ് തയ്യാറാക്കിയ ആ സ്പെഷ്യൽ റിപ്പോർട്ടിൽ തുടങ്ങാം നമുക്ക്. കണ്ണൂർ പുല്ലൂപ്പിക്കടവിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ടൂറിസം സാധ്യതകളും വികസന വഴിയിലാണ്. കണ്ണൂർ ടൗണിന് തൊട്ടടുത്ത സ്ഥലമാണ് കേട്ടോ ഈ പുല്ലൂപ്പിക്കടവ്. പക്ഷേ ഇവിടുത്തെ വിശേഷങ്ങളല്ല ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. പുല്ലൂപ്പിക്കടവിൽ നിന്ന് കാക്കാത്തുരുത്തിയിലേക്കാണ് നമ്മുടെ യാത്ര. അവിടെ ഒരുപറ്റം കോളേജ് വിദ്യാർത്ഥികളുടെ നെൽകൃഷി വിശേഷങ്ങൾ തേടിയാണ് ഇന്നത്തെ നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് കണ്ണൂർ നാറാത്തെ കാക്കാത്തുരുത്തി വയലിലാണ്. ഇവിടുത്തെ സവിശേഷത കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജിലെ NSS യൂണിറ്റിൻ്റെ ഭാഗമായ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഇവിടുത്തെ കർഷകർ, നാട്ടുകാർ എല്ലാവരും ചേർന്ന് കൃഷി ഇറക്കുകയാണ്. ഈ വയലിൽ ഞാറ് നടുകയാണ്. നൂരി താഴ്ത്തൽ എന്ന് പറയും. മണ്ണും പ്രകൃതിയും ഒക്കെ കുറച്ച് അകന്നു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ പുതിയ കാലത്തെ വിദ്യാർത്ഥികൾക്ക് ഒക്കെ കുറച്ച് അകന്നു നിൽക്കുന്ന അപരിചിതമായ അനുഭവങ്ങളായിരിക്കും. ആ അനുഭവങ്ങളെ നേടിയെടുക്കുകയാണ് അവർ. അവരുടെ വിശേഷങ്ങൾ, അനുഭവങ്ങൾ ഒക്കെ കാണാം. അപ്പോൾ ഈ പരിപാടിയുടെ സംഘാടകൻ ഡോക്ടർ നിതീഷ് KP എന്നോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക, എന്താണ് ശരിക്കും ഇങ്ങനെ ഒരു ആശയത്തിൻ്റെ പിന്നിൽ എന്താണ്? മണ്ണിനെ അറിഞ്ഞാൽ യഥാർത്ഥത്തിൽ മനസ്സിനെ അറിയാൻ പറ്റും. നമ്മുടെ NSSൻ്റെ ലക്ഷ്യം അതാണ്. നാം നന്നാവുക, സമൂഹം നന്നാവുക, നമ്മളുടെ സമൂഹത്തെ നന്നാക്കുക എന്നാണ്. ഇന്നലകളിലെ തിരിച്ചുപിടിക്കുക, ഭൂതകാലത്തിൻ്റെ നല്ല ഓർമ്മകളെ തിരിച്ചുപിടിക്കുകയാണ്. നമ്മൾക്ക് എന്തായാലും എത്ര പാടുപെട്ടാലും ഇന്നലത്തെ ആ കാർഷിക സമൃദ്ധിയിലേക്ക് നമുക്ക് കൊണ്ടുവച്ചാൽ എത്താൻ പറ്റില്ല. പക്ഷേ ഓർമ്മകളെങ്കിലും നമുക്ക് ഉണ്ടാവണം. ഓർമ്മകൾ പോയിപ്പോയാൽ ഭൂമിയുടെ കാലിൻ്റെ അടിയിൽ മണ്ണ് ഒലിച്ചു പോകുന്നത് ഒരു തവണയെങ്കിലും ആ അനുഭവമെങ്കിലും ഉണ്ടാവണം. ആ ഒരു തവണയെങ്കിലും ആ അനുഭവം ഉണ്ടാവണം. അനുഭവത്തെ തിരിച്ചുപിടിക്കുക എന്നാണ്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് മറ്റ് വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. മാഷ് അങ്ങോട്ട് പോയാലോ? അപ്പോൾ കുറച്ച് സമയത്തേക്ക് നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ചേരുകയാണ്. മാഷ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചപ്പോഴേ കൊള്ളാമെന്ന് തോന്നിയോ? കൊള്ളാമെന്ന് തോന്നി. ആദ്യം ഒരു സംശയം ഉണ്ടായിട്ടുള്ളൂ, ഇത്രയും കുട്ടികൾ വരുമോ എന്നുള്ളത്. പക്ഷെ കുട്ടികളെ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി. കാരണം എല്ലാവർക്കും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ. ഏതായാലും വയലിൽ നിന്നൊക്കെ പിള്ളേർ കരയിലേക്ക് കയറുന്ന സമയം പിള്ളേരൊക്കെ പിടിച്ച് സാർ ഇങ്ങോട്ടല്ലേ ഇറക്കിയത്. അപ്പോൾ പഠിപ്പ് മാത്രമേ പോരാ, അതിൻ്റെ ഒപ്പം ഇതൊക്കെ കൂടെയാണെന്ന് പറയുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളി, ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്. കാരണം ഇവരുടെ ആ ഒരു കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നിന്ന് കഴിക്കുമ്പോൾ മാത്രം ആണ് ചിലപ്പോൾ ഇവരെ നമ്മൾ ഓർക്കാറ് പോലും. അതായത് ഈ മലയാളികൾ ഏറ്റവും കൂടുതൽ അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളികളാണ്. പക്ഷെ വയലിറങ്ങുന്നവരിൽ ഇപ്പോൾ ഏറ്റവും കുറവ് മലയാളികളാണ്. ഇന്നത്തെ ഒരു പുതിയ തലമുറയുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഈ മണ്ണിൽ പണിയെടുക്കുന്നത് മാനക്കേടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനകത്തേക്ക് ഇത്തരത്തിലൊരു പുതിയ പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനൊരു പുതിയ ഒരു അറിവ് തന്നെയാണ്, ഒരു അറിവാണ്, ഒരു ഉത്സവമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശാന്തേച്ചി നമ്മളോട് സംസാരിക്കും. ശാന്തേച്ചി, ഈ മക്കളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സാധാരണ ഈ മക്കളെ ഇവിടെ ഒന്നും കാണാറില്ലല്ലോ. നല്ല മണ്ണിനോട് ഇഷ്ടമുള്ള മക്കളാണ്. അവർ നല്ലോണം ചെയ്യുന്നുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ അതിരില്ലാത്ത സന്തോഷമാണ്. നമ്മളെ നാട്ടിൽ ആദ്യമായിട്ടാണ് നമ്മളെ മാഷിങ്ങനെ കൊണ്ടുവന്നതും നമ്മളിങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തത്. ഈ ഒരു പ്രക്രിയ അറിയുക, മണ്ണിനെ അറിയുക, അല്ലെങ്കിൽ സ്വയം പര്യാപ്തത സംബന്ധിച്ച ആശയത്തെ ഉൾക്കൊള്ളുക എന്നൊക്കെ പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. നമ്മുടെ കാഴ്ചകളിലും ദൃശ്യങ്ങളിലും എപ്പോഴും ഉണ്ട്. പക്ഷേ അനുഭവങ്ങളിൽ നിന്ന് ഇത് പലപ്പോഴും അകന്നു പോകുന്നുണ്ട്. ഇവരൊക്കെ ചേർന്ന അനുഭവങ്ങൾ നമുക്ക് പകർന്നു തരികയാണ്. അപ്പോൾ ഇവരുടെ കൂടെ ഞാനും ഞാറ് നടാനൊന്ന് ഭാഗമാവുകയാണ് കേട്ടോ.
സംഭവം സക്സസ്ഫുൾ ആയി കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് വയലിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഞാറ് നടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ മണ്ണിനെ അറിയുക, ഭക്ഷ്യ സ്വയം പര്യാപ്തതയെക്കുറിച്ച് മനസ്സിലാക്കുക, ആ ആശയത്തെ ഉൾക്കൊള്ളുക എന്നതൊക്കെ ഈ കാലത്ത് അതിപ്രധാനമാകുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. ഈ വിശേഷങ്ങൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. അപ്പോൾ പുലൂപ്പിയിലെ ആ പാടത്ത് നിന്നാണ് നമ്മൾ ആ റിപ്പോർട്ട് കണ്ടത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം, ഇത് ഒരു തവണ മാത്രം ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു പാടത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സൊന്ന് ഓക്കെ ആവും അല്ലേ. ഇങ്ങനെ നീണ്ടു കിടക്കുന്ന, വിരിഞ്ഞു കിടക്കുന്ന, വിടർന്ന് കിടക്കുന്ന ഒരു പച്ചപ്പാടം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അറിയാതൊരു പോസിറ്റീവ് എനർജി നിറയും. അപ്പോൾ പാടത്തേക്ക് ഇറങ്ങി ഈ രീതിയിലുള്ള വർക്ക് കൂടി ചെയ്യുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ് എനർജിയുടെ കണക്ക്, അതിൻ്റെ അളവ് അത് വളരെ വലുതായിരിക്കും. അപ്പോൾ നമുക്കത് അടുത്ത പല നമ്മുടെ പ്രവർത്തനങ്ങളെയും ഒന്ന് ഊർജ്ജപ്പെടുത്തിയെടുക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ സജോ നേരത്തെ സാറ് പറഞ്ഞതും അക്കാര്യമാണ്. NSSന്റെ പ്രോഗ്രാം ഓഫീസ് നമ്മൾ കണ്ടു. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ മനസ്സ് മാറ്റുക, ആ രീതിയിൽ സമൂഹം മാറുക എന്നതൊക്കെയാണ് നാഷണൽ സർവീസ് സ്കീം ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല കാര്യമാണ്, ഒരു മാതൃകാപരമായ കാര്യമാണ്. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നല്ല ആശംസകൾ അറിയിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.